ഈർച്ചപ്പൊടി ഈർച്ചപ്പൊടിക്കല്ലാണ്ട് എന്തിനാ ഇവിടെ വരിക? ആ മുളയൻ ചെക്കനെ അയക്കായിരുന്നില്ലേ? അവൻ അങ്ങാടി പോയിട്ട് വന്നിട്ടില്ല. രാത്രിക്ക് മീനുണ്ടോ മോളെ? അറിഞ്ഞൂടാ. ഉണക്കമാന്തലിന്റെ ഒരു വെള്ളം ഉണ്ടാവില്ലേ? പണിക്കാരുടെ പ്രാക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടാ ബാല കണാര മൂപ്പരോട്. നിർത്താൻ ബാല, ബാലന് സ്പെഷ്യൽ ഉണ്ടാവുന്നു. അതുകൊണ്ട് അവൻ ഊണിന്റെ ശരിക്കുള്ള വിവരം അറിയില്ല. ഇന്നലെ ഷീറ്റ് കളിച്ചിട്ട് എത്ര പോയി? ആർക്കാ കിട്ടിയതാ പുണ്യേട്ടാ? പൊടിയെടുത്തില്ലേ? പറഞ്ഞോ. ഇവിടെ ചുറ്റി തിരിയാണ്ട് വേഗം പോവാൻ. ആ ബാല, കുട്ടിക്ക് ഈ മോഡൽ എന്താ വിലയെന്നേ പറയേണ്ടത്. വല്ലാത്ത ഒരു കമ്പം തന്നെയാണ് കേട്ടാ. ഇതൊക്കെ പിന്നെ എന്തിനാ അവിടെ വാങ്ങി വെച്ചിരിക്കണേ? പിന്നെ പണിക്കാര് ഉണ്ണാനും ചായ കുടിക്കാനും പറഞ്ഞ നേരത്ത് നീ അതിന്റെ ഇടയിൽ കിടന്ന് തിരിയണത് കണ്ടു. വേണ്ട, തിരക്കുള്ളപ്പോ ഒന്ന് സഹായിക്കണ്ടേ? എന്താ തെറ്റ്? തെറ്റുണ്ട്, എനിക്കത് ഇഷ്ടമല്ല. അത് തന്നെ. രാജി ഇവിടാ നോക്ക്. പെണ്ണിന്റെ മണം തട്ടാതിരിക്കുന്ന ആൾക്കാരാ ഒരുമാതിരിക്കാരൊക്കെ. അവർക്ക് ഓരോന്നൊക്കെ തോന്നും. അത് തന്നെ. അതാ ഇപ്പൊ നന്നായേ. എന്ത് മണം? അവർക്ക് ഓരോന്ന് തോന്നിയ എനിക്കെന്താ? ഇപ്പൊ വല്ല മണവും തട്ടണ്ട. രാജി, രാജി മോളെ, രാജി. ₹50 നീ എവിടെയെങ്കിലും കൊണ്ടുപോയി തെളിഞ്ഞോ? വേണ്ട, ഇതിനല്ല ഞാൻ വന്നത്. പിന്നെ ഒച്ചയും വിളിയൊക്കെ അടങ്ങിയിരിക്കണു. ഞാനിവിടെ പണിയെടുത്ത് നിന്നോളാം. ഇവിടെയാ? ഇനി ഒളിപ്പിച്ചതിനാവും എനിക്ക് പോലീസുകാരെ ചവിട്ടും കുത്തും. നീ പോ. ഒരാളും ഇവിടെ തെരഞ്ഞു വരില്ല. എന്നെ ഈ ഭാഗത്ത് ഒരുത്തിനും അറിയൂല്ല. ചെലവ് നടക്കണ്ടേ? വേറെ വല്ല ദിക്കിലും പോ. പണി കിട്ടണ്ടേ? ആകെ അറിയുന്ന പണി ഇതാ. നീ പറ, ഒരുത്തനും ഇവിടെ തെരഞ്ഞു വരില്ല ബാല. നീ വിശ്വസിക്ക്. ഒരു കിളുന്തു പെണ്ണിന്റെ മിന്നാട്ടം കണ്ടല്ലോ പീഡിയയില്. കഴുത്തിൽ കയറ് വീഴുന്ന എപ്പോഴാന്നറിയാണ്ടിരിക്കുമ്പോഴും വെടക്ക് സ്വഭാവം വിടില്ല അല്ലടാ. ഞാൻ വെറുതെ പറഞ്ഞല്ലേ. ഓ, നീ പണ്ട് പറഞ്ഞത് പെണ്ണ് ഇതല്ലേ? ബാല, വീടിയുണ്ടോ? ഇല്ല. നീ അടവിന് ലോറി എടുക്കാൻ പോണോ? ആര് പറഞ്ഞു? അതൊക്കെ ഞാൻ അറിയില്ലേ. നാട്ടിലെ സ്ഥലം നല്ല വിലക്ക് പോയി എന്ന് പറഞ്ഞു. ലോറിപ്പണിക്കും ഒരാള് കൂടെ വേണ്ടേ? അതിന് നീയോ? എടാ, നീ നേരെ പോയി നിന്റെ പ്രാണം പോവ് വെച്ച് തടഞ്ഞതാണെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞ് കീഴടങ്ങിക്കോ. അപ്പൊ ചെറിയ ശിക്ഷ കൊണ്ട് രക്ഷപ്പെടും. അന്നാണെങ്കിൽ പറ്റുമായിരുന്നു. സത്യത്തിൽ അത് തന്നെയല്ലേ ഉണ്ടായത്? ഒരു കയ്യബദ്ധം. അതുകൊണ്ടുണ്ടായത് ഒരാളുടെ ജീവൻ പോയി. പണിയെടുത്ത് ആവുന്നത്ര കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കട്ടെ. വേറെന്ത് ചെയ്യാൻ? നമ്മുടെ യോഗ ഇതായിരിക്കും. തൊപ്പിക്കാർ വന്നാൽ ഞാൻ മുങ്ങിക്കോളാം. ചിലപ്പോ അവരെ കേസ് തന്നെ മറക്കും. ചീട്ട് വീഴുന്ന എങ്ങനെയാന്ന് അറിയില്ലല്ലോ. ദേ, ഞാനൊന്ന് പറയാം. ഈ കാട്ടിലും മലയിലും വന്ന് പണിയെടുക്കുമ്പോ ആകെയുള്ളൊരു സമാധാനം ഒരുത്തം വീണ വേറൊരുത്തം താങ്ങുന്നുള്ളതാ. അതിന്റെ ഇടയിൽ ഒരു കുരുത്തം കിട്ടോ നീ വന്ന് വിട്ടാൽ? ബാല, എന്നെ കൊണ്ട് ഒരു ശല്യം ഉണ്ടാവില്ല. പട്ടിണി കിടന്ന് നട്ടം തിരിഞ്ഞിരിക്കണ്. ചീട്ട് ഞാൻ നിർത്തി. ചാരായം തൊടുന്നേ ഇല്ല ഞാൻ. കാശില്ലാഞ്ഞിട്ട് നിർത്തിയതാണെന്ന് വെച്ചോ, പക്ഷേ ഇനി തൊടുന്നില്ല. നിന്റെ കാല് തൊട്ട് ഞാൻ സത്യം ചെയ്യാം. പിഴച്ചോട്ര ബാല. നിന്റെ നാട്ടാറാണെന്ന് പറഞ്ഞ പിന്നെ ആരും എന്നെ വിസ്തരിക്കാൻ പോണില്ല. കണാരേട്ടൻ എന്റെ നാട്ടുകാരനാണ്. അയാൾക്കറിയാത്ത ഏത് നാട്ടുകാരൻ? പരിചയക്കാരെന്ന് പറ. അതിനെന്താ? വല്ല രാമൻകുട്ടിന്ന് കൃഷ്ണൻകുട്ടിന്ന പേര് പറ. രാജു എന്ന് വിളിക്കണ്ട. പണ്ടാറടക്കാനായിട്ട് അത് എനിക്ക് ഓർമ്മ ഉണ്ടാവണല്ലോ. ആ പകച്ചെടുത്ത് പറഞ്ഞത് പേരാ രാമൻകുട്ടി. വേണ്ട, രാമൻകുട്ടിന്ന് വേണ്ട. ബാല, രക്ഷിക്ക്. നിന്റെ അടുത്തല്ല ഞാൻ എവിടെ വരും ബാല. നിൽക്കക്കള്ളിയുള്ള ഒരു സ്ഥലം വേറെ ഞാൻ കാണുന്നില്ല ബാല. മര്യാദയ്ക്ക് പണിയെടുത്ത് ഇവിടെ നിന്നില്ലെങ്കിൽ മിനിറ്റ് വെച്ച് കൈയും കാലും കെട്ടി എത്തിക്കേണ്ട അടുത്ത് എത്തിക്കും. ഉറപ്പ്. അത് ഓർമ്മ വെച്ചോ. ആ
വാ. എന്താ എന്താ ബാല? എന്താ എന്താ ഒരു ശബ്ദം കേട്ടത്? മൂത്രം ഒഴിക്കാൻ എണീറ്റപ്പോ ഒന്ന് തട്ടിത്തടഞ്ഞു. വീണോ? വല്ലതും പറ്റിയോ? എന്നെ വിളിക്കായിരുന്നില്ലേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് മയങ്ങിയിട്ടേ ഉള്ളൂ. ഓ, വല്ലാത്തൊരു രാത്രി തന്നെ. നാട്ടിലിപ്പൊ മലയ്ക്ക് നോമ്പിടുന്ന കാല അല്ലേ? അതെ. ഒരിക്കലൊന്ന് മല ചവിട്ടിയാ കൊള്ളാന്നുണ്ട്. കൊച്ചുകുട്ടി ഇവിടെ ഒറ്റയ്ക്കാവുമ്പോ പണിക്കാരുണ്ടായാ മതി. അവക്ക് പേടിയൊന്നുമില്ല. എന്നാലും എനിക്ക് പോവാൻ ഒരു മടി. ബാലം പോയിട്ടുണ്ടോ? ഒരിക്കൽ. ഇപ്പൊ പമ്പഴ അടുത്ത് വരെ ബസ് ചെല്ലുന്നല്ലേ കേക്കണേ? തലയിലെ മുറിവ് തുറന്നു തോന്നണല്ലോ. ഞാൻ ഇപ്പൊ വരാം കേട്ടോ. എങ്ങനെയുണ്ട് ബാല? കുഴപ്പമില്ല. അവറാച്ചന്റെ അടുത്ത് വരെ അപ്പൊ റോഡ് വരും. ജീപ്പ് വാങ്ങിയാ മതി. ഞാൻ പറയണത് കാളവണ്ടി വാങ്ങാന്നാ. വഴി ഇത്തിരി ചെത്തി നന്നാക്കിയാ മോളിൽ കൂടി മുറ്റം വരെ എത്തിക്കാം. കിടന്നില്ലേ? ഇല്ല. പാവം. തല പൊളിഞ്ഞാലും പന്നി ഒരുപാട് ദൂരം ഓടിയിട്ടാണത്രേ വീഴ. പനി എങ്ങനെയുണ്ട്? കുറവുണ്ട്. നാട്ടിൽ വരെ സ്വന്തക്കാരും? അച്ഛനുണ്ട്, കാണാറില്ല. വയസ്സുകാലത്ത് ഒരു കല്യാണം കഴിക്കാൻ തോന്നിയപ്പോ ഓരോ കഷ്ണ സ്ഥലം നിന്ന് മക്കളെയൊക്കെ കൊത്തിയാട്ടി. ആ കുട്ടിയുടെ രാജിയുടെ വീട്ടിലോ? പെട്ട വിലക്കെല്ലാം വിറ്റുപറക്കി കണാരത്നം ദേവിയേട്ടത്തെയും പോയി. എവിടേക്ക്? അറിഞ്ഞൂടാ. ഞാൻ പിന്നെ അന്വേഷിച്ചിട്ടില്ല. ഇനി അച്ഛൻ ഏത് നേരത്തെ വരികയെന്നറിയില്ല. കിടന്നോളൂ. നാമം ജപിച്ച് കിടന്നാ മതി. വേറെ ഓരോ വിചാരമായി ഉറങ്ങാണ്ടിരുന്ന പനി വിടില്ല. ഇന്നുറങ്ങും, സമാധാനമായിട്ട് ഉറങ്ങും. തല നനയ്ക്കണ്ടെന്നാ തോന്നണേ, മുറിവ് ഉണങ്ങണ വരെ. പതുക്കെ. സാരമില്ല.
കൂടെ ചെന്ന് കുളിപ്പിച്ചു കൊടുക്കായിരുന്നില്ലേ?